ദോശയ്ക്ക് ചെറുപയർ കറി ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നു. ആ ബാക്കി വന്ന ചെറുപയർ കറി കൊണ്ട് ഞാനൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാനൊരു ചെറുപയർ കറി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് വെള്ളം ഊറിയിട്ട് മുകളിൽ ഇങ്ങനെ വെള്ളം മാറി നിന്നിന്. ആ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പരുവായത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെറുപയറിൽ എല്ലാ മസാലകളും ചേർത്ത് ഉണ്ടാക്കിയ ഒരു ചെറുപയർ കറിയായിരുന്നു. അപ്പോൾ അധികം എരിവൊന്നും വേണ്ട, ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. ഇനി ഇതെല്ലാം കൂടി കൂട്ടി യോജിച്ച് ഇനി ഇതിലേക്ക് ഞാൻ അതിൻ്റെ ടൈറ്റിന് വേണ്ടി കുറച്ച് കടലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇതേപോലെയാണ് നമുക്ക് മാവ് ഉണ്ടാവേണ്ടത്. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ മാവ് കോരി വയ്ക്കാം. ഞാനൊരു അച്ചെടുത്തിട്ടുണ്ട്. ഈ അച്ചിലേക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂണിൽ അല്പം മാവ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണയിലേക്കൊന്ന് തട്ടി കൊടുക്കണം. അങ്ങനെ എല്ലാ മാവും ഇതേപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു അച്ചിൽ ഉണ്ടാക്കിയെടുത്തത്. അല്ലെങ്കിൽ ഉരുളയാക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ കൈയിൻ്റെ വെള്ളയിൽ ഇട്ടിട്ട് അമർത്തിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഈ അച്ച് ഉണ്ടായതുകൊണ്ട് ആ അച്ചിലാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതേപോലെ എല്ലാ മാവും ഇതേമാതിരി പൊരിച്ച് കോരണം. ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ഇത് പൊരിച്ച് കോരാൻ. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ നല്ല മുകളിൽ നല്ല കളർ കിട്ടും, ഉള്ളിൽ വെന്ത് കിട്ടൂല. അപ്പം സാവധാനം പൊരിച്ച് കോരണം. ഇങ്ങനെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം. എന്നാലേ അത് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കടലക്കറി ചെറുപയർ കറിയൊക്കെ ഇങ്ങനെ ബാക്കി വരുന്നത് ഇനി കളയണ്ട. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്കാക്കി മാറ്റാം. നോമ്പിന് മക്കൾക്ക് എന്നും എന്തെങ്കിലും ഒരു സ്നാക്ക് നിർബന്ധമാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് എഴുതിങ്ങാണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇത് പൊരിച്ച് കോരിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്